സിനിമാ രംഗത്തു നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി എത്തുന്ന സിൽവർ സ്ക്രീനിന്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണ വിശേഷങ്ങളുമായി സിൽവർ സ്ക്രീനിൽ ഇന്നാദ്യം ലൊക്കേഷൻ റിപ്പോർട്ട്. സംവിധായകൻ മോഹൻ കുപ്ലേരി ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ചന്ദ്രഗിരിയുടെ ചിത്രീകരണം പൂർത്തിയായി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ചിത്രത്തിന്റെ ചിത്രീകരണം പ്രധാനമായും നടന്നത്. വടക്കേ മലബാറിൽ, പ്രധാനമായും കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിലുമായി നിലനിന്നിരുന്ന യക്ഷഗാനം എന്ന കലാരൂപത്തിന്റെയും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചന്ദ്രഗിരി എന്ന ഈ ചിത്രത്തിൽ ലാലാണ് പ്രധാന കഥാപാത്രമായി എത്തുന്നത്. ചന്ദ്രഗിരി എന്ന ഗ്രാമവും അവിടെയുള്ള ഒരു സ്കൂളും നാട്ടുകാരും തമ്മിലുള്ള ആത്മബന്ധമാണ് ചിത്രത്തിലൂടെ പറയുന്നത്. ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമാണ്. ഈ സ്കൂളിന്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന നല്ലവരായ കുറെ നാട്ടുകാർ. ഇവരുടെ ഇടയിലേക്ക് പ്രധാന അധ്യാപകനായ രാഘവൻ മാഷ് എത്തുന്നതാണ് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം. ലാലാണ് ഈ വേഷം അവതരിപ്പിക്കുന്നത്. കുത്തഴിഞ്ഞു കിടന്നിരുന്ന ഈ സ്കൂൾ ശതാബ്ദി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഈ അവസരത്തിലായിരുന്നു രാഘവൻ മാഷ് പ്രധാന അധ്യാപകനായി അവിടെ എത്തിയത്. അതോടെ സ്കൂളിന് നവചൈതന്യം കൈവരുന്നു. ക്രമേണ മാഷിന്റെ ശ്രമഫലമായി സ്കൂൾ മികച്ച നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു. പുരോഗമന ചിന്താഗതിക്കാരനും പരിസ്ഥിതി പ്രവർത്തകനുമെല്ലാമായിരുന്നു രാഘവൻ മാഷ്. ചന്ദ്രഗിരിയിൽ എത്തി കുറച്ചുകാലം കഴിഞ്ഞതോടെ മാഷും സ്കൂളും തമ്മിലുള്ള ആത്മബന്ധവും വളർന്നു. ചന്ദ്രഗിരി ഗ്രാമവാസികൾക്കെല്ലാം പ്രിയപ്പെട്ട ഈ സ്കൂളിനെ ഒരു ബിസിനസ് സ്ഥാപനമായി കാണാനാണ് സ്കൂൾ മാനേജർ പട്ടേലർ ശ്രമിക്കുന്നത്. നഷ്ടത്തിലായ സ്കൂളിനു പകരം മറ്റെന്തെങ്കിലും ബിസിനസ് തുടങ്ങണോ എന്ന ചിന്തയിലാണ് പട്ടേലർ.
നാൾ പട്ടേലർ സ്കൂളിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ നാട്ടുകാർക്ക് പ്രിയപ്പെട്ട ഈ സരസ്വതി ക്ഷേത്രം നിലനിന്നു കാണാൻ നാട്ടുകാർക്കൊപ്പം രാഘവൻ മാഷും കൊതിച്ചു. അതിനായുള്ള ശ്രമങ്ങൾക്ക് രാഘവൻ മാഷിനോടൊപ്പം ആ നാട് മുഴുവൻ അണിനിരന്നു. ഇതിനിടയിലാണ് നന്മയും തിന്മയും നിറഞ്ഞ നിരവധി സംഭവവികാസങ്ങൾ അരങ്ങേറുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് തോന്നിയ രാഘവൻ മാഷ് തന്റെ പ്രിയപ്പെട്ട കലാരൂപവുമായി ബന്ധപ്പെടുത്തി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതാകട്ടെ ആരും പ്രതീക്ഷിക്കാത്ത ചില വഴിത്തിരിവുകളിലേക്ക് ചെന്നെത്തുന്നു. സുഗതയാണ് ചിത്രത്തിൽ സ്കൂൾ മാനേജറായ പട്ടേലറായി എത്തുന്നത്. കമ്മട്ടിപ്പാടം ഫെയിം ഷോണാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ദയ എന്ന ഈ കഥാപാത്രം രാഘവൻ മാഷിന്റെ മകളാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ കൂടിയാണ് ചന്ദ്രഗിരി പറയുന്നത്. സജിത മഠത്തിൽ, ഹരീഷ് പേരടി, നന്ദു, കൊച്ചുപ്രേമൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്നും ഏറെ വ്യത്യസ്തവും സിനിമയിൽ പ്രാധാന്യവുമുള്ള ഒരു കഥാപാത്രത്തെയാണ്. കുറച്ച് കാലങ്ങളായി ഞാൻ തമാശ കഥാപാത്രങ്ങളെ കുറച്ചകറ്റി നിർത്തിയിട്ടാണ് ഈ കുറച്ച് കാലങ്ങളായി ഞാൻ ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും തമാശ കലർന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാനുള്ള അവസരമാണ് ഈ സിനിമയിലൂടെ വീണ്ടും കൈവന്നിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് എൻ്റെ സ്ഥായിയായ ഭാവം കളയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഈ തമാശയായ ഉള്ള കഥാപാത്രങ്ങളെ വീണ്ടും ഞാൻ സ്വീകരിച്ചത്. എൻ്റെ കഴിഞ്ഞ ചിത്രങ്ങൾ ഇപ്പോൾ ഫെസ്റ്റിവലുകളിൽ നിറഞ്ഞ സദസ്സുകളിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. സിൽവർ സ്ക്രീൻ തുടർന്നു കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഷാജി കുമാറാണ് ചന്ദ്രഗിരിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത്. പുലിമുരുകൻ എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഷാജി ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ചന്ദ്രഗിരി. ഗിരീഷ് മേനനാണ് ചിത്രത്തിന്റെ കലാസംവിധായകൻ. പട്ടണം ഷാ മേക്കപ്പ് മാനായി പ്രവർത്തിക്കുന്നു. സദസ്സുകളുടെ സംവിധായകനായ മോഹൻ കുപ്ലേരി ഗൃഹനാഥന് ശേഷം ഒരുക്കുന്ന ചിത്രമാണ് ചന്ദ്രഗിരി. ഏറെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ചന്ദ്രഗിരി എന്ന ഈ ചിത്രത്തിലൂടെ മോഹൻ കുപ്ലേരി പറയാൻ ഉദ്ദേശിക്കുന്നത്. ചന്ദ്രഗിരി എന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമമാണ്.
കർണാടക കേരള അതിർത്തിയിലുള്ള ഒരു ഗ്രാമം. അപ്പോൾ അതിർത്തി ഗ്രാമമായതുകൊണ്ട് തന്നെ ഒരുപാട് സംസ്കാരങ്ങളുടെ വൈവിധ്യമുണ്ട്. കർണാടകവും മലയാളവും ചേർന്ന ഒരു സങ്കര സംസ്കാരമാണ് ചന്ദ്രഗിരിയിലുള്ളത്. അത്തരമൊരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നാണ് ചന്ദ്രഗിരിയുടെ കഥ വികസിക്കുന്നത്. അപ്പോൾ ചന്ദ്രഗിരി എന്ന ഗ്രാമത്തിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയം, അക്കാഡമിക്കൽ ലെവലിലും പരിസ്ഥിതി തുടങ്ങിയ എല്ലാ മേഖലകളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രഗിരി യു പി സ്കൂൾ. ആ യു പി സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനാണ് രാഘവൻ മാഷ്, ലാൽ അവതരിപ്പിക്കുന്ന രാഘവൻ മാഷ് എന്ന കഥാപാത്രം. ചന്ദ്രഗിരിയുടെ ആത്മാവായ ഈ വിദ്യാലയം അടച്ചുപൂട്ടാനായിട്ട് അതിൻ്റെ മാനേജർ പട്ടേലെ ശ്രമിക്കുകയും ഒരു ഘട്ടത്തിൽ വിജയം കാണുകയും സ്കൂൾ അടച്ചുപൂട്ടുകയുമാണ്. ഇതിനെതിരെ ഈ വിദ്യാലയം തുറന്നു കിട്ടാനായിട്ട് പ്രധാന അധ്യാപകനായ രാഘവ മാഷയുടെ നേതൃത്വത്തിൽ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും നടത്തുന്ന ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് ഇതിൻ്റെ ചന്ദ്രഗിരിയുടെ പ്രധാന കഥ. സ്കൂൾ തിരിച്ചു കിട്ടാനുള്ള പോരാട്ടത്തിൻ്റെ ഇടയിലാണ് ഈ ചന്ദ്രഗിരിയെ സംബന്ധിക്കുന്ന മറ്റൊരു സമരചരിത്രം കൂടി അനാവൃതമാകുന്നത്. ആ സമരചരിത്രം എന്താണ് പട്ടേലറും രാഘവൻ മാഷും തമ്മിലുള്ള യഥാർത്ഥ ശത്രുതയുടെ പശ്ചാത്തലം? ഈ പശ്ചാത്തലം വെളിപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ തുടർന്നുള്ള കഥയുടെ മുന്നേറ്റം. ഏതാനും മികച്ച ചിത്രങ്ങളും സീരിയലുകളും മലയാളികൾക്ക് സമ്മാനിച്ച മോഹൻ കുപ്ലേരി വ്യത്യസ്തമായ ഒരു കഥയാണ് ചന്ദ്രഗിരി എന്ന പുതിയ ചിത്രത്തിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും എൻ്റെ മറ്റു ചിത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ യാഥാർത്ഥ്യബോധമുള്ള, വളരെ സാമൂഹിക പ്രസക്തിയുള്ള, ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായ, സമൂഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു ചിത്രമാണ് ചന്ദ്രഗിരി. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പൊതുവിദ്യാലയമൊക്കെ പൂട്ടുന്ന, വിദ്യാഭ്യാസ മേഖല ഒരുപാട് അരാജകത്വങ്ങൾ വാഴുന്ന ഈ സമയത്ത് സ്കൂളിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ നല്ലൊരു കഥ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ചിത്രത്തിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് ഏറെ പ്രതീക്ഷകളാണ് ഈ സംവിധായകനുള്ളത്. പ്രതീക്ഷ എന്ന് പറയുന്നത് എൻ്റെ മറ്റ് പടങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ചിത്രമായിരിക്കും. ഏതാണ്ട് യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ചിത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും. നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിയൊക്കെ ചിത്രം കണ്ട ശേഷം പ്രേക്ഷകർ വിലയിരുത്തേണ്ടതാണ്. എല്ലാവരും ചിത്രം കാണണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വിനോദ് കുട്ടമത്ത് തിരക്കഥയൊരുക്കിയിരിക്കുന്ന ചിത്രത്തിനു വേണ്ടി കോസ്റ്റ്യൂം നിർവഹിക്കുന്നത് സുകേഷാണ്. പ്രശാന്ത് കൃഷ്ണ, മനോജ് കോയിപ്ര തുടങ്ങിയവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. ശ്രീവത്സൻ ജെ മേനോൻ സംഗീതം പകരുന്നു. ഹരി വെഞ്ഞാറമൂടാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രവർത്തിക്കുന്നത്. കമലാക്ഷൻ പയ്യന്നൂർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആകുന്നു. ഗുരുപൂർണിമയുടെ ബാനറിൽ എൻ സുചിത്രയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ജയചന്ദ്രൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആകുന്നു. ഇദ്ദേഹം ചിത്രത്തിൽ ഒരു വേഷവും അഭിനയിക്കുന്നുണ്ട്. തീർച്ചയായും ഈ സിനിമ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് മലയാള സിനിമ ഇതുവരെ പറയാത്ത യക്ഷഗാന കലാരൂപങ്ങൾ, അതുപോലെ തന്നെ തെയ്യം, പൂരക്കളി, കാസർഗോഡിൻ്റെ തനത് മറ്റ് കലാരൂപങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പശ്ചാത്തലമാണിത്.
പ്രൊഫഷണൽ ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരമൊക്കെ മറ്റു ദേശങ്ങളിലേക്ക് അല്ല മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നതും കൂടി ഒരു ലക്ഷ്യം ഇതിൻ്റെ ബാക്കിലുണ്ട്. ഈ പടം നിർമ്മിക്കാൻ പ്രേരിപ്പിച്ച ഘടകത്തിൽ ഒന്ന് അത് തന്നെയാണ്. ചിത്രീകരണം പൂർത്തിയായ ചന്ദ്രഗിരിയുടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സിൽവർ സ്ക്രീനിൽ വീണ്ടും ഒരു ചെറിയ ഇടവേള കൂടി.